കംപ്ലീറ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. ആ ഡിപ്പാർട്ട്മെന്റ് പേരാണ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി. ഈ ഡിപ്പാർട്ട്മെന്റിൽ മാസ്റ്റേഴ്സ് എടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമറ്റോളജിസ്റ്റ്. അപ്പോൾ സ്റ്റൊമറ്റോളജിസ്റ്റ് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലൈന്റ് എന്തോ അത് കൂടാതെ ആ കംപ്ലൈന്റിനനുസരിച്ച് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ അത് ഒരു പല്ലുവേദന ആയിക്കോട്ടെ, അപ്പൊ ആ വേദന എപ്പോൾ തുടങ്ങി, എപ്പോൾ തൊട്ടുണ്ട്, എന്ത് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ വേദനിക്കുന്നത്, തണുപ്പ് തട്ടുമ്പോഴാണോ, പുളിപ്പാണോ, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നതിന് ഒപ്പം തന്നെ അവര് നമ്മുടെ അടുത്ത് കുറച്ച് മെഡിക്കലി റെലവൻറ്റ് കാര്യങ്ങളും കൂടെ ചോദിക്കും. അതിപ്പം ഏതെങ്കിലും ഒരു മരുന്നിന് അലർജി ഉണ്ടോ, എന്തിനെങ്കിലും ഹോസ്പിറ്റലിൽ അധികം നാൾ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വലിയ സർജറി ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറെ ചോദ്യങ്ങളും. ഇതൊക്കെ കൂടാതെ അവര് നമ്മളെ നന്നായിട്ടൊന്ന് ക്ലിനിക്കൽ എക്സാമിൻ ചെയ്യും, പുറത്തുനിന്നും അകത്തുനിന്നും നമ്മൾ ഏത് കംപ്ലൈന്റാ പറഞ്ഞേ ആ പല്ലും ഒക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിക്കുന്ന എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയം, അതായത് ഡയഗ്നോസിസ്. അതിന്റെ ഒപ്പം തന്നെ അവര് ചികിത്സാസൂത്രണം കൂടെ തരുന്നുണ്ട് നമുക്ക്, അതായത് ട്രീറ്റ്മെന്റ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വിഭാഗത്തിൽ പോകണമെന്നും എന്തൊക്കെ ചികിത്സ നമ്മൾ ചെയ്താലാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ആവുന്നതെന്നും അവരാണ് പറഞ്ഞു തരിക. ഇതിന്റെ ഒപ്പം തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന, നിങ്ങൾ തന്നെ കേട്ടു, ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന്. ആ റേഡിയോളജി വിഭാഗത്തിൽ നമുക്ക് ഈ നമ്മുടെ കംപ്ലൈന്റിനനുസരിച്ച് എന്തൊക്കെയാണ് എക്സ്റേ വേണ്ടത്, അകത്ത് പുറത്ത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ഈ ഒരു നമ്മള് കംപ്ലൈന്റ് കൊണ്ട് പോകുമ്പോൾ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ അവര് എടുത്തു തരുന്നുമുണ്ട്. അപ്പം ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഇത്ര റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മുടെ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നോക്കുന്ന രീതിയാണ്. അതിലെന്താ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ഓറൽ മ്യൂക്കോസൽ ഡിസീസസ്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് തൊലി. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഓർഗൻസിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. അപ്പൊ ഇത് വായുടെ ഉള്ളിൽ വരുമ്പോഴോ അതിനെ വിളിക്കുന്നതാണ് ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പൊ അതിൽ ഏതൊരു ഡിസീസ് ഇവര് പിടിക്കും, അവരെന്ത് അസാധാരണ അത് കണ്ടുപിടിച്ചിരിക്കും. അതൊരു ചെറിയ പുണ്ണായിക്കോട്ടെ, അവിടെ ഒരു വീക്കോ ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാതിരുന്ന ഒരു കളർ ചേഞ്ച് ആയിക്കോട്ടെ,